ഈ റിപ്പബ്ലിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ഡോണ്ട് ട്രേഡ് ഓൺ മീ എന്നൊക്കെ പറഞ്ഞൊരു സർപ്പത്തിൻ്റെ ഒരു ഇതായി കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഒരു വാസ്റ്റ് മെജോറിറ്റിക്ക് എതിരാണെങ്കിലും ഒരൊറ്റ ആൾക്ക് അതിനെതിരായിട്ട് സംസാരിക്കാനുള്ള ഫ്രീഡം അഷ്വർ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് റിപ്പബ്ലിക്കൻ ഫിലോസഫി. അതാണ് റിപ്പബ്ലിക്കനിസം. ഓൺ ദി അതർ ഹാൻഡ് ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ജയിച്ചു കഴിഞ്ഞാൽ, മെജോറിറ്റിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ റിപ്പബ്ലിക്കൻസ് മറ്റേ മൈനോറിറ്റി മിണ്ടാണ്ടിരുന്നോ. അപ്പൊ ഈ കളക്ടിവിസം വേഴ്സസ് ഇൻഡിവിജ്വലിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈസ് എ കളക്ടിവിസ്റ്റ് പാർട്ടി, ജസ്റ്റ് ലൈക്ക് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി കളക്ടിവിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ സ്വതന്ത്ര പാർട്ടി, ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ ചെന്ന ശേഷം, രാജഗോപാലാചാര്യയുടെ പാർട്ടി വാസ് ദ റിപ്പബ്ലിക്കൻ കൗണ്ടർ പാർട്ടി ഇൻ ഇന്ത്യ. ദാറ്റ് വാസ് സിസ്റ്റമാറ്റിക്കലി കിൽഡ് ബൈ നെഹ്റു ആൻഡ് ഇന്ദിരാഗാന്ധി. മലയാളികൾ പൊതുവെ എല്ലാവരും ഇടതുപക്ഷ മനസ്സുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത്. അത് കോൺഗ്രസ്സുകാരാണെങ്കിലും ഒബ്വിയസ്ലി കമ്മ്യൂണിസ്റ്റുകാർ, ഇനി BJP ആണെങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഇടതുപക്ഷ ലിബറൽ മനസ്സുണ്ടെന്നാണ് പറയുന്നത്. ചെറുപ്പത്തിൽ അമേരിക്കയ്ക്ക് ഇതായിട്ട് മുദ്രാവാക്യം വിളിക്കാതെ വളർന്നേക്കണ KSUക്കാരോ അല്ലെങ്കിൽ SFIക്കാരോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെ ഒരു മലയാളി അമേരിക്കൻ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നു എന്നത് വളരെ രസകരമായൊരു കാര്യമായിരിക്കും. അപ്പോൾ ജയശങ്കർ സാറ് എനിക്ക് വളരെ അത്ഭുതമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ കാലമായി ഒരു റിപ്പബ്ലിക്കൻ അനുഭാവിയാണെന്നുള്ളത്. അപ്പോൾ ഒരു സാധാരണ ശരാശരി മലയാളി എങ്ങനെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്? അവരുടെ അതിനോടുള്ള കാഴ്ചപ്പാട് എന്താണ്? അല്ല, പൊതുവേ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പണ്ട് തൊട്ടേ ഉണ്ട്. അതായത് ഈ ഡെമോക്രാറ്റ് പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ഇന്ത്യക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും, റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു അനുമാനം പണ്ട് തൊട്ടേ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡന്റുമാരായിരുന്ന നിക്സൺ, അതുപോലെ ഫോർഡ്, ഒരു പരിധിവരെ റെയ്ഗൻ, ഇവരൊക്കെ വലിയ ഇന്ത്യ വിരുദ്ധരായിട്ടാണ് കണക്കാക്കപ്പെട്ടത്, അഥവാ പാകിസ്ഥാൻ അനുകൂലികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റ് പാർട്ടി വരികയാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി സഹായകരമായ നിലപാട് സ്വീകരിക്കും. അതിന് ഉദാഹരണമായിട്ട് പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് കെന്നഡിയാണ്, പിന്നീട് ജിമ്മി കാർട്ടർ. പക്ഷെ ഇതൊക്കെ പഴയ ചില കൺസെപ്റ്റുകളാണ്, അതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല പാകിസ്ഥാൻ തന്നെ അത്ര വലിയൊരു പ്ലെയറായിട്ട് ഇപ്പോൾ ഇല്ല. പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന നിലയിലേക്ക് അമേരിക്ക എത്തി. പിന്നെ പഴയ ഒരു സാമന്ത രാജ്യമാണല്ലോ, ഒരു സാറ്റലൈറ്റ് കൺട്രി ആണല്ലോ എന്ന് വിചാരിച്ച് ചെറിയ ചില സഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അന്തർദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊണ്ടാണ് പ്രയോജനം. അതുകൊണ്ട് അമേരിക്ക സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികസിത രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അമേരിക്കക്കാർ ചില സമയത്തൊക്കെ ഇന്ത്യയോട് വളരെ ദയാരഹിതമായിട്ട് പെരുമാറിയതായിട്ട് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ വലിയ ഉപരോധമൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിച്ചായിട്ട് അറിയാം. ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ പ്രസിഡന്റ് നിക്സൺ ഇന്ത്യക്ക് എതിരായ വലിയ ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാനെ തകർത്തത് തന്നെ നിക്സനും ഹെൻറി കിസിംഗർ കൂടിയാണെന്ന് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സർവമായ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്നു. അവസാനം യാതൊരു പിന്തുണയും കിട്ടാതെ അവർ തോറ്റ് നിലംപരിശായി ദയനീയമായ അവസ്ഥയിലെത്തി. പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര പരമാധികാര രാജ്യം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആരെയാണ് സഹായിച്ചത് എന്നുള്ളതിന് വളരെ വ്യക്തമുള്ളൂ. അല്ലെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത്? ഇപ്പോൾ ഏറ്റവും ഇന്ത്യ വിരുദ്ധനായ പ്രസിഡന്റ് എന്ന് പറയുന്നത് നിക്സനാണ് ഏറ്റവും. പിന്നെ അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് കിസിംഗറായിരുന്നു. ഇവർ രണ്ടുപേരും വലിയ ഇന്ത്യ വിരുദ്ധന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. അതുപോലെ അടൽ ബിഹാരി വാജ്പേയി ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്കെതിരായിട്ട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ വെറുതെ നിസ്സാരമായിട്ട് അത് പിൻവലിച്ചു. പലപ്പോഴും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് കൂടിയാണ്. ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും ഇന്ത്യക്ക് എതിരായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് ഇന്ത്യക്ക് അതിൻ്റെ ഗുണമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ദേശീയ താല്പര്യം മുൻനിർത്തിയിട്ടല്ല നമ്മൾ അമേരിക്കയുടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്നത്. അമേരിക്കൻ പൊളിറ്റിക്സ് അടിസ്ഥാനപരമായിട്ട് അമേരിക്കക്കാർക്ക് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവും എന്നാണ് അവർ നോക്കുന്നത്. അവർ നോക്കേണ്ടതും അങ്ങനെയാണ്. അമേരിക്കക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഏതാണ് ഗുണകരം, ഏതാണ് അവർക്ക് അന്നത്തെ നിലയ്ക്ക് മെച്ചപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്നത് ഏത് പ്രസിഡന്റിനാണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരഞ്ഞെടുപ്പെടുന്നത്. ഏത് കാലത്തും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വലിയൊരു കൗതുകമാണ്. അത് ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിന് ഇതുപോലെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മിക്കവാറൊക്കെ നഷ്ടപ്പെട്ടു. ബ്രിട്ടൻ തന്നെ ഒരു ലോകശക്തി എന്നുള്ളതിലേക്ക് വല്ലാതെ ക്ഷയിച്ചു. ഇപ്പോൾ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പോലും ബ്രിട്ടനിൽ കിട്ടുന്നില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പഴയ തെരഞ്ഞെടുപ്പ് 1972 അന്ന്
നിക്സന്റെ റീ എലക്ഷൻ. മക്ഗവൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയാണ് അന്ന് ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ഞാൻ പഠിച്ച നെടുമ്പാശ്ശേരി സ്കൂളിൽ ഏതാണ്ട് 90% വിദ്യാർത്ഥികളും മക്ഗവന് സപ്പോർട്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് നെടുമ്പാശ്ശേരി സ്കൂളിൽ മാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിക്സൺ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. നിക്സൺ ജയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അയാളുടെ പോപ്പുലർ വോട്ടിന് 60% കിട്ടി. 49 സ്റ്റേറ്റിലും പുള്ളിക്കാണ് മെജോറിറ്റി കിട്ടി. ഇലക്ടറൽ കോളേജിൽ പുള്ളി മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര വലിയ വിജയമുണ്ടായി. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ദുഃഖിച്ചു, നിരാശപ്പെട്ടു. അന്ന് ഞാൻ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പിന്തുണച്ചത്. ഞാൻ മാത്രമല്ല, ബഹുഭൂരിപക്ഷം കുട്ടികളാകുന്നത്. പക്ഷേ 2 കൊല്ലത്തിനകത്ത് നിക്സൺ വാട്ടർ ഗേറ്റിൽ പെട്ട് രാജിവെച്ചപ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിച്ചു. അങ്ങനെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്കുണ്ടായതാണ്. 76 തെരഞ്ഞെടുപ്പിൽ സ്കൂൾ പൂർണ്ണമായിട്ടും ജിമ്മി കാർട്ടർക്ക് സപ്പോർട്ടാണ്. ജിമ്മി കാർട്ടറുടെ അമ്മ ലിലിയൻ കാർട്ടർ കുറച്ചാൾ ഇന്ത്യയിൽ നേഴ്സായിട്ടോ എന്തൊരു ഇതായിട്ട് പ്രവർത്തിച്ചു, ഒരു വോളണ്ടിയർ സംഘടനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു എന്നൊരു കാര്യമുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ കപ്പലിൻ്റെ ഉണ്ടല്ലോ നിലക്കടല, അതിന് ജിമ്മി കാർട്ടർ എന്ന് പറഞ്ഞു. കാരണം ഈ പുള്ളി ജോർജിയയിൽ നിലക്കടല കൃഷി ചെയ്യുന്ന ആളാണ് എന്നാണ് പുറമേക്ക് കേട്ടിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പല തമാശകളുണ്ട്. പിന്നീട് റെയ്ഗൻ വരുന്നത്. അപ്പോൾ റെയ്ഗൻ്റെ സമയം തൊട്ട് ഞാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു മലയാളി, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ലിബറൽ, ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു വ്യക്തി എങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആളുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ കൂടുതൽ ഒരു ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാടുള്ളവരായിട്ടും ഡെമോക്രാറ്റ് പാർട്ടി. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പിന്നെ നോക്കിക്കാണുന്നത്? ആ ഒരു രാഷ്ട്രീയപരമായ ബാക്ക്ഗ്രൗണ്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിത്താണത്. ഡെമോക്രാറ്റ് പാർട്ടിയും ഏതാണ്ട് ഇതേ ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയുടെ ചിഹ്നത്തിലും കൊടിയുടെ നിറത്തിൽ മാത്രമേ ശരിക്കും വ്യത്യാസം. പിന്നെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ കറുത്ത വർഗ്ഗക്കാർ, ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരെന്ന് പേര് പറയാൻ പോലില്ല, അവർ തമ്മിൽ കഴുത്തിന് പിടിക്കും. അവ ആഫ്രിക്കൻ അമേരിക്കൻസ്, അതുപോലെ ഈ മറ്റേ മെക്സിക്കോയിൽ നിന്നൊക്കെ വന്ന ആളുകൾ, നമ്മുടെ ഇന്ത്യൻ ഒറിജിനിൽപ്പെട്ട ആളുകൾ, ഇന്ത്യൻ അമേരിക്കൻസ്, ഇവരൊക്കെ ബൈ ആൻഡ് ലാർജ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ പണ്ടോട്ടെ അതൊരു നാട്ടു നടപ്പ് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഈഴവർ പൊതുവെ CPM-ന്, ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷവും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പോലെ അതൊരു ശീലമാണ്. ശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടി കറുത്ത വർഗ്ഗക്കാർക്ക്, അത് ആഫ്രിക്കൻ അമേരിക്കൻസിന് എതിരാണെന്ന് പറയാൻ പറ്റില്ല. എതിരാണെന്ന് പറയാൻ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള ആളുകൾ തന്നെ എത്രയോ പേര് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തു. ഇല്ല, നമ്മുടെ ജില്ലയിലടക്കം ഹിസ്റ്ററി നോക്കിയാൽ റിപ്പബ്ലിക്കൻ പാർട്ടി തുടങ്ങിയത് തന്നെ സ്ലേവ്സിനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എന്താണ് ഫൗണ്ടർ എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കണാണ്, ആദ്യത്തെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അത് നോക്കി തന്നെ. മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ അടിമത്തം നിരോധിക്കാനായിട്ട് മുൻകൈ എടുത്ത് കൊടുത്തത്. തെക്കൻ സംസ്ഥാനങ്ങളിൽ സ്ലേവറി ഡോമിനേറ്റഡ് ആയിരുന്ന തെക്കൻ സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റ് പാർട്ടിയാണ് സ്ലേവറിനെ സപ്പോർട്ട് ചെയ്തത്. ഈവൻ ഈ 1965 ലിൻഡൻ ജോൺസൺ കൊണ്ടുവന്ന സിവിൽ റൈറ്റ്സ് ലെജിസ്ലേഷനും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നാണ്. പക്ഷേ എനിക്കൊരു സംശയം മിസ്റ്റർ വിൻസനോട് ചോദിക്കാനുള്ളത്, ഈ ഇവിടെ നിന്ന് വരുന്ന മലയാളി ചെറുപ്പക്കാർ, ആദ്യമേ വരുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ആദ്യത്തെ 5 വർഷമൊക്കെ മിക്കവാറും ആളുകൾ ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റുകളെ അനുകൂലിച്ച് തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ ഇതിനെ വളരെ ചരിത്രപരമായും രാഷ്ട്രീയമായിട്ടും മനസ്സിലാക്കാതെ അതിനെ ഇമോഷണലായിട്ട് സമീപിക്കുന്നതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ ആദ്യകാലങ്ങളിൽ കൂടുതൽ വരുന്ന? സാധാരണഗതിയിൽ ഡെമോക്രാറ്റ് എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് ഡെമോക്രാറ്റ്, ഡെമോക്രസി, ജനാധിപത്യം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ആദ്യം ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, ഡെമോക്രാറ്റ് പാർട്ടി. പിന്നെ നമ്മുടെ മുൻപിലുള്ള ആൾക്കാർ എല്ലാ കാര്യങ്ങളും നമ്മളൊരു മലയാളിയോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം തരത്തിലുള്ള ഹെൽപ്പ് സംവിധാനങ്ങളുണ്ടെങ്കിലും നമുക്കതൊരു മലയാളി സർക്കിളിൽ നിന്നും ചോദിച്ചു മേടിക്കുന്നതും അപ്പോൾ അങ്കിളുമാരെ ആന്റിമാരെ കണ്ടുപിടിച്ച് അങ്ങനെ പോകുന്നതുമാണ് നമ്മുടെ ഒരു കൗതുകം. അപ്പോൾ നാച്ചുറലി ഈ പൊളിറ്റിക്സിലും ആ മുൻകൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ചിന്താഗതികൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാനൊക്കെ അങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റ് ആയത്. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ അവിടുത്തെ വാഷിംഗ്ടൺ DC-യിലുള്ള ഡെമോക്രാറ്റ് ലീഡേഴ്സുമായിട്ട്, പഴയ മലയാളി ലീഡേഴ്സുമായിട്ട് നമ്മൾ മാനസികമായിട്ട് വിരുദ്ധത ഉണ്ടായത്. അവരെല്ലാവരും ഹിലരിനെ സപ്പോർട്ട് ചെയ്യുകയും ഞാൻ ഒബാമനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നീ എന്ത് പട്ടണം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ അവരെന്നോട് ചോദിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ മനസ്സിലായി ഇപ്പം എല്ലാവർക്കും ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കഴിഞ്ഞ് ഒബാമയ്ക്ക് ട്രാക്ഷൻ കൂടുതൽ കിട്ടുന്നു, നമ്മൾ ഒബാമ ജയിക്കുന്നു. എല്ലാവരും ഡെമോക്രാറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടി തന്നെയാണ് ഞാനും പോയത്. അപ്പോൾ ഈ സ്കിൻ കളർ ഒരു വലിയൊരു ഫാക്ടറാണ് എപ്പോഴും. നമ്മളോട് ചെല്ലുമ്പം ഈ ഒരു റേസിസമാണ്, അമേരിക്ക എല്ലാം തികഞ്ഞൊരു രാജ്യം, പക്ഷെ അതിനകത്ത് ഇങ്ങനൊരു റേസ് ഒരു ബാധ്യതയാണല്ലോ എന്നുള്ളതിൽ നിന്നും ഒരു ബ്ലാക്ക് ഒരാൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ
ഈ പ്രശ്നങ്ങളെ കൊണ്ട് ഇല്ലാണ്ടാവും എന്നുള്ളൊരു തോന്നലിലാണ് ഞാനൊക്കെ ഒബാമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും. സ്കിൻ കളർ വാസ് എ മേജർ ഫാക്ടർ. എന്നാൽ ഞാനൊരു റേസിസം ഫേസ് ചെയ്തുകൊണ്ടല്ല, അവിടെ റേസിസം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടുമല്ല, പക്ഷേ അവർക്ക് അർഹിക്കപ്പെട്ട ഒരു സ്ഥാനം ആ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു വൈരാഗ്യ മനസ്ഥിതി ഇല്ലാണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് അവർ അവൈൽ ചെയ്യാൻ തുടങ്ങും, പഴയ ഹിസ്റ്ററികൾ മറക്കാൻ തുടങ്ങും. ഇപ്പം വിവേക രാമസ്വാമി പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ റേസിസിനെ കുറിച്ച് വളരെ തീക്ഷ്ണമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ലേവറി വാസ് എ വെരി ബാഡ് മോറൽ ബാഡ് തിങ് ഓൺ അമേരിക്കസ് ഹിസ്റ്ററി. അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിങ്ങനെ കുറഞ്ഞ് ഏറ്റവും മിനിമലായിട്ട് വരുന്ന സമയത്താണ് ഈ ഒബാമ പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ ഒബാമയുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പുള്ളി മനഃപൂർവ്വമോ ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി വിതിൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. എല്ലാ ഇഷ്യൂസിലും റേസ് അങ്ങോട്ട് വലിയൊരു സംഭവമാകാൻ പോയി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഈ ഫിസിക്കൽ പോളിസീസ്, ഇപ്പം നമ്മളിപ്പം ഒബാമയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ലോ വരുന്നു. അപ്പോൾ എനിക്കൊന്നും അന്ന് അറിയില്ല എന്താണ് ഈ മെഡിക്കൽ റിഫോമിൽ ഗവൺമെന്റിനുള്ള സ്ഥാനം എന്താണ്. നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നു, നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നു. അപ്പോൾ അത് മിക്കവാറും ഒബാമ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. ഒബാമയാണ് സ്മാർട്ടർ കൈ നല്ലോണം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒബാമ കെയർ വരികയും ഒബാമ കെയറിന്റെ പ്രാക്ടീസ് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ സ്മോൾ ബിസിനസ്സിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രീമിയം 2-3 ഇരട്ടി ആകാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമ്മളുടെ പോലെയുള്ള സാധാരണ എംപ്ലോയീസിന്റെ കമ്പനികളിൽ നിന്നൊക്കെ കാശെടുത്തിട്ടാണ് ഈ ഇൻഷുറൻസ് വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് ഒരു പുഷ് ചെയ്തത്. റോബിൻ പീറ്റർ ടു പേ പോൾ. എക്സാക്ട്. ഇല്ലാത്തവന്റെ ഉള്ളവന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഉള്ളവൻ? നമ്മളൊക്കെ ഉള്ളവരല്ലോ. നമ്മുടെ ഇപ്പൊ ജസ്റ്റ് ജീവിതം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് നമ്മളെ ഉള്ളവനായിട്ട് കരുതി നമ്മുടെ എക്സ്പെൻസ് ഒത്തിരി കൂട്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്നാലും ഉപയോഗിക്കുന്നില്ല. നമ്മൾ പൂർ ബ്ലാക്ക് നെയ്ബർഹുഡ്സിലേക്കുള്ള ആൾക്കാരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻഷുറൻസിലേക്ക് കൊണ്ടുവരണം, അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അവർ ഇൻകത്തിൽ നുണ പറയാനും എല്ലാത്തിനും അവരെ എൻകറേജ് ചെയ്യുന്നു ഏത് രീതിയിലും. പക്ഷെ ഞങ്ങളുടെ പ്രീമിയം ഒത്തിരി കൂടുന്നു, ഞങ്ങളുടെ കമ്പനികളുടെ റണ്ണിങ് മോശമാകുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പൊളിറ്റിക്സിനോട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്? അപ്പോഴാണ് ഈ റിപ്പബ്ലിക്കന്റെ മീനിങ് ഞാൻ മനസ്സിലാക്കി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് നോക്കാറേ ഇല്ല. ഡെമോക്രാറ്റ്സ്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ തീർത്തും ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നോക്കി കഴിയുമ്പോൾ ഇത് രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന ഒരു, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആശയപരമായി കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. കൊടിയുടെ നിറത്തിലും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമേ. എങ്കിലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ അതിനെ കൃത്യമായി സൂക്ഷ്മമായി നോക്കി കാണുമ്പോൾ എന്ത് വ്യത്യാസമാണ് കാണുന്നത്? അതുപോലെ തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ താങ്കൾ അനുകൂലിക്കുന്നതിൽ എന്ത് രാഷ്ട്രീയ കാരണമാണ് കാണുന്നത്? അതിനകത്ത് ഒരു ഇന്ത്യക്കാരൻ നോക്കി കാണുമ്പോൾ, വിൻസൽ തീർച്ചയായിട്ടും അദ്ദേഹം നോക്കി കാണുമ്പോൾ അതൊരു അമേരിക്കൻ കാഴ്ചപ്പാടിലൂടെ കാണും. ഒരു ഇന്ത്യക്കാരന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് കൂടി കാണുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് കൂടി കാണുമ്പോൾ എന്ത് രാഷ്ട്രീയ മേന്മയാണ് താങ്കൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കാണുന്നത്? അല്ല, റിപ്പബ്ലിക്കൻ അല്ല, മേന്മയുടെ മാത്രം പ്രശ്നമല്ല. പലപ്പോഴും പേഴ്സൺ ഓഫ് ദ പ്രസിഡന്റ് വളരെ പ്രധാനമാണ്. എക്സോ വയ്യോ എന്നുള്ളത് വളരെ അതുകൊണ്ടാണ്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ പുള്ളി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കൊടി കുത്തിയ നേതാവൊന്നുമല്ല. ആ പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് മാത്രം, ഈ പാർട്ടിയെ സ്പോൺസർ ചെയ്ത കാൻഡിഡേറ്റ് ആണ് എന്ന് പറയുന്നത് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരാൾ KSUവിൽ പ്രവർത്തിച്ച്, പിന്നെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച്, പിന്നെ സേവാദളിൽ പ്രവർത്തിച്ച്, പിന്നെ കോൺഗ്രസിൽ പ്രവർത്തിച്ച് 15 കൊല്ലം MLA ആയിരുന്നു, പിന്നെ MP ആയിട്ട്, പിന്നെ അങ്ങനെ കേന്ദ്രമന്ത്രിയാവുന്ന പരിപാടിയല്ല അവിടെ. അവിടെ ഇത് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയുടെ ഒരു സംവിധാനം അവിടെ ഉണ്ട്, 2 പാർട്ടിക്കും ഉണ്ട്. അവർ ഒരു സ്ഥാനാർത്ഥിയാകാൻ തന്നെ പ്രൈമറി ലിസ്റ്റിലേക്ക് ഇലക്ഷൻ നടത്തി ജയിച്ചു വരുന്നത്, അതിൽ കൂടുതൽ മെജോറിറ്റി കിട്ടി വരുന്ന ആളാണ് സ്ഥാനാർത്ഥിയാവുക. അപ്പോൾ അങ്ങനെ അതിപ്പോൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് ബൈഡനെ മാറ്റിയത്. അതായാലും വലിയ തമാശ. പുള്ളി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു, പക്ഷെ പിന്നീട് മാറ്റി. അങ്ങനെയൊക്കെ ചെയ്യാം, അതൊക്കെ ഫ്ലെക്സിബിളാണ്. ഇവിടെ ഏത് ലെവലിലും അത് ചെയ്യാം, ഏത് ലെവലിലും ചെയ്യാം. സ്കൂൾ ബോർഡ് ഞാൻ റൺ ചെയ്യുന്നത് സ്കൂൾ ബോർഡിലേക്ക് മത്സരിക്കുന്നു. ഇതാണ് എൻ്റെ ഫിലോസഫി എന്ന് പറയുന്നു. എൻ്റെ ഫിലോസഫി മോർ അലൈൻ ടു റിപ്പബ്ലിക്കൻ ആണ്. അപ്പം എനിക്ക് റിപ്പബ്ലിക്കൻ എൻഡോഴ്സ്മെന്റ് കിട്ടുള്ളൂ. അതായത് പാർട്ടിയെല്ലാം നമ്മളോട് പറയുന്നത് മത്സരിക്കും. അത് മാത്രവുമല്ല, ഈ അമേരിക്കയിൽ തൊഴിൽ സംഘടനകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഡെമോക്രാറ്റ് പാർട്ടിക്കാണ് ഒരു നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരി. പക്ഷേ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ, അവർ സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയായിരിക്കും. കാരണം 2 പ്രസിഡന്റും സ്ഥാനാർത്ഥികളും അവരുടെ ഒരു പോളിസി മുമ്പോട്ട് വെക്കുന്നുണ്ട്, വിച്ച് ഈസ് മോർ അട്രാക്റ്റീവ്. അവർ തിരിഞ്ഞു. അപ്പോൾ ഈ ലേബർ യൂണിയൻസ് ഇവരുടെ മേലെ പ്രഷർ ചെയ്യും. ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികളുടെ പിന്തുണ നിങ്ങൾക്ക്. ഇവിടുത്തെ CITU INTUC പോലെ അല്ല, അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ കൂട്ടിയെന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ കൂട്ടാ ബാധിക്ക് പോകുക. അപ്പോൾ ഇത് ഓരോ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. ഇത് തമ്മിൽ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങോട്ട് പോകും. പിന്നെ ഈ ഡെമോക്രാറ്റ് പാർട്ടിയെ പറ്റി ഇദ്ദേഹം പറഞ്ഞില്ല, ഇപ്പോൾ ഈ 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ റേസിസ്റ്റ് എന്ന് പറയുന്നത് ജോർജ് വാലസ് എന്ന് പറഞ്ഞ കുപ്രസിദ്ധനായ അലബാമയിലെ ഗവർണർ, കെന്നഡിയുടെ സമയത്തും ജോൺസന്റെ സമയത്തും. അയാളെ പറ്റിയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. ഐ ഹാവ് എ ഡ്രീം എന്നുള്ള നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗത്തിൽ ഈ ഗവർണർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അലബാമയിലെ ഗവർണർക്കും ഏതെങ്കിലും ഒരു കാലത്ത് വിവേകം ഉണ്ടാകണം എന്ന് പുള്ളി ഈ പ്രസംഗത്തിൽ ഊന്നി പറയുന്നത്. അയാൾ ഡെമോക്രാറ്റ് പാർട്ടിക്കാരനായിരുന്നു.
ഈ മാർട്ടിൻ ലൂതർ കിങ് പല രീതിയിലും റിപ്പബ്ലിക്കൻ സൈഡിലാണ് നിന്നിരുന്നത്. അതെ, ഈ 1972 ഇലക്ഷന് ഈ വാസ് റണ്ണിങ് ഫോർ ദി പ്രസിഡൻസി. പക്ഷെ ആ സമയത്ത് ആരോ ഇയാളെ വെടിവെച്ച് മാരകമായിട്ട് പരിക്കേൽപ്പിക്കും. പിന്നെ ഒരിക്കലും പുള്ളിക്ക് ബോധം നൽകുന്നത്. അങ്ങനെയാണ് പുള്ളി ഇവിടെ ജോർജ് വാലസിന്റെ കഥ കഴിയുന്നത്. അങ്ങനെ അവസരം മദ്യമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരും. മനസ്സിലായി. അപ്പം ഇത് റേസിസവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. റേസിസം ഈവൻ അറ്റ് ഹയർ ലെവൽ. ഇപ്പൊ ജെസി ഓവൻസ് ബെർലിൻ ഒളിമ്പിക്സിൽ പോയി 3-4 ഗോൾഡും ഒക്കെ ആയിട്ട് വന്നു. 4 ഗോൾഡ്. പുള്ളി പറഞ്ഞത് പുള്ളിനെ ഈ പ്രസിഡന്റുമാർ വിളിച്ച് സ്വീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അന്നത്തെ പ്രസിഡന്റ് ഡെമോക്രാറ്റ് പ്രസിഡന്റ് ആണ്, റൂസ്വെൽറ്റ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പുള്ളി പറഞ്ഞത് ജർമ്മനിയിൽ ഹിറ്റ്ലറിനെ ട്രീറ്റ് ചെയ്തതല്ല എന്നെ വിഷമിപ്പിച്ചത്, FD റൂസ്വെൽറ്റ് എന്നെ ട്രീറ്റ് ചെയ്തതാണ് എന്നെ വിഷമിപ്പിച്ചത്. ഹി വാസ് നോട്ട് ഇൻവൈറ്റഡ് ഫോർ ദീസ് തിങ്സ്. അപ്പൊ ഈ റേസിസം എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കൻ സംഭവമൊന്നുമല്ല. ഇറ്റ് വാസ് ആക്ച്വലി ഒറിജിനലി ഡെമോക്രാറ്റ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്രംപിന്റെയും പിന്നെ കമല ഹാരിസിന്റെയും സാമ്പത്തിക നയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിൻസെന്റ് അഭിപ്രായത്തിൽ 2 പ്രസിഡന്റുമാരുടെ പോളിസിയാണല്ലോ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം. 2 പ്രസിഡന്റുമാരുടെയും സാമ്പത്തിക നയങ്ങളിലുള്ള കാതലായ വ്യത്യാസവും അതെങ്ങനെ ഒരു അമേരിക്കൻ പൗരനെ, ഒരു സാധാരണക്കാരനെ, അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്, അതാണല്ലോ അമേരിക്കയുടെ നട്ടെല്ല്, എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ ഡെമോക്രാറ്റ് പാർട്ടിയുടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് വെൻ ഡീലിംഗ് വിത്ത് ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അത് തന്നെയാണ് ഇവർ രണ്ടുപേരും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ട്രംപ് എങ്ങനെ റിപ്പബ്ലിക്കൻ ആയി എന്ന് പറഞ്ഞാൽ, ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഹിലാരി ക്ലിന്റന്റെയും ബിൽ ക്ലിന്റന്റെയും കൂടെ കറങ്ങി നടന്നിരുന്ന ഒരു ന്യൂയോർക്ക് പ്ലേ ബോയ് ആണ് ട്രംപ്. ട്രംപിന്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഡെമോക്രാറ്റ് പാർട്ടിയിലായിരുന്നു. ബട്ട് ഹി വാസ് എ ബിസിനസ് മാൻ. ഒരു ബിസിനസ് മാനെ സംബന്ധിച്ച് ടാക്സ് പോളിസീസ് ഏറ്റവും കുറച്ച് ടാക്സ് കൊടുക്കേണ്ട ആർക്കാണ്. ഇപ്പൊ എനിക്കുള്ള വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് ഡെമോക്രാറ്റായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ അവർക്ക് നമ്മുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫിനാൻഷ്യൽ പോളിസീസ് ആണ് ഇഷ്ടം. അപ്പം ട്രംപിന്റെ പോളിസീസ് ആർ ലെസ് ടാക്സസ്, കമലയുടെ പോളിസീസ് ആർ മോർ ടാക്സസ്. സോ ഓൾവേസ് ഡെമോക്രാറ്റ് വേഴ്സസ് റിപ്പബ്ലിക്കൻ. ഈ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളിൽ ഒരു ഡിഫറൻസ്, ഒരു കാര്യം അഡീഷണൽ ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ റിപ്പബ്ലിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ഡോണ്ട് ട്രേഡ് ഓൺ മീ എന്നൊക്കെ പറഞ്ഞൊരു സർപ്പത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഒരു വാസ്റ്റ് മെജോറിറ്റിക്ക് എതിരാണെങ്കിലും ഒരൊറ്റ ആൾക്ക് അതിനെതിരായിട്ട് സംസാരിക്കാനുള്ള ഫ്രീഡം അഷ്വർ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് റിപ്പബ്ലിക്കൻ ഫിലോസഫി. അതാണ് റിപ്പബ്ലിക്കനിസം. ഓൺ ദി അതർ ഹാൻഡ് ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ജയിച്ചു കഴിഞ്ഞാൽ, മെജോറിറ്റിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ റിപ്പബ്ലിക്കൻസ് മറ്റേ മൈനോറിറ്റി മിണ്ടാണ്ടിരുന്നു. അപ്പൊ ഈ കളക്ടിവിസം വേഴ്സസ് ഇൻഡിവിജ്വലിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈസ് എ കളക്ടിവിസ്റ്റ് പാർട്ടി, ജസ്റ്റ് ലൈക്ക് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി കളക്ടിവിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ സ്വതന്ത്ര പാർട്ടി, ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ ചെന്ന ശേഷം, രാജഗോപാലാചാര്യയുടെ പാർട്ടി വാസ് ദ റിപ്പബ്ലിക്കൻ കൗണ്ടർ പാർട്ടി ഇൻ ഇന്ത്യ. ഒരു സിസ്റ്റമാറ്റിക്കലി കിൽഡ് ബൈ നെഹ്റു ആൻഡ് ഇന്ദിരാഗാന്ധി. കുഞ്ഞാറിൽ ഇലക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ആർക്കും അറിയില്ല. സ്വതന്ത്ര പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്തെ ശരിക്കും വലതുപക്ഷ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. നോട്ട് ഈവൻ BJP അങ്ങനത്തെ ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ ഈ നാട്ടുരാജകന്മാരെയും പിന്നെ ഹിന്ദുത്വ അജണ്ട വെച്ച് ശരിക്കും ഒരു അമേരിക്കൻ മോഡലിലുള്ള വികസനം വേണം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിരുന്നു ഈ സ്വതന്ത്ര പാർട്ടി. ഞാനിപ്പോ ഈ ഡെവലപ്മെന്റൽ ഫിലോസഫി പഠിച്ചു പാർട്ടി പിന്നീട് ഇല്ലാതാകുമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് തോന്നുന്നത് ഗാന്ധിയോട്. ഇപ്പൊ ഗാന്ധി വാസ് എ സ്വതന്ത്ര പാർട്ടി, ലിബർട്ടേറിയൻ തിങ്കിങ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പവർ ടു ദ കോർ, പഞ്ചായത്ത് രാജ്, ഏറ്റവും താഴോട്ട് പവർ കൊണ്ടുവരിക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, അതൊക്കെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നമ്മുടെ അജണ്ട. ഒരു വലതുപക്ഷ പാർട്ടിയുടെ ഒരു അജണ്ട ഏതാണ്? കളക്ടിവിസം അല്ല, സെൻട്രൽ കൺട്രോൾ അല്ല, റഷ്യൻ മോഡൽ ഡൽഹി എന്നുള്ള കൺട്രോൾ അല്ല, എല്ലാം മാക്സിമം പവർ ഡീസെൻട്രലൈസ് ചെയ്യുക. പക്ഷെ ഗാന്ധിയുടെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്തയാള് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിലോസഫികളാണ് നെഹ്റു. അതിലാണ് എനിക്ക് ഗാന്ധിയുടെ വൈരുദ്ധ്യം മനസ്സിലായത്. ഗാന്ധിയുടെ പിൻഗാമി ഷുഡ് ഹാവ് ബീൻ സി രാജഗോപാലാചാരി. ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിന് വളരെ രസകരമായ ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ സദ്ദാം ഹുസൈൻ പിന്നെ തൂക്കിക്കൊന്നപ്പോഴും വിധിച്ചപ്പോഴൊക്കെ ആ രാജ്യങ്ങളുണ്ടായതിനേക്കാൾ കൂടുതൽ ഒരു പ്രശ്നമുണ്ടായ സ്ഥലമാണ് കേരളം. അപ്പോൾ ഒരു പിന്നെ ഏറ്റവും വലിയ ഹർത്താൽ നടന്നത് ഇവിടെ പെരുമ്പാവൂരടുത്ത് പോഞ്ഞാശ്ശേരി. അപ്പോൾ അതുപോലെ ഈ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഓരോതരം രാഷ്ട്രീയ ചലനങ്ങളും ഒക്കെ ഈ കേരളത്തിൽ അതിൻ്റെ അനുകരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാഴ്ചപ്പാടും പല കാര്യങ്ങളും ഉണ്ടാവും, ഉദര പൂരീകരണത്തിന് വേണ്ടിയിട്ടും ആവാം. അപ്പോൾ ഈ എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ, വ്യക്തികളല്ല, ഇടതുപക്ഷ പാർട്ടികളുടെ ഈ 2 കക്ഷികളോടും ഈ ഇലക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ പോലും സാർ മനസ്സിലാക്കുന്ന അവരുടെ പോളിസികൾ വെച്ചുകൊണ്ട് ഉള്ള നിലപാടുകൾ ഈ 2 പാർട്ടിയോടും ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ എന്താണെന്ന് സാർ? കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അവർ ബൈ ആൻഡ് ലാർജ് ഡെമോക്രാറ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധിക്കും. കാരണം ഡെമോക്രാറ്റ് പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണ ഇതാണല്ലോ, ഡെമോക്രാറ്റ് പാർട്ടി ഒന്ന് ഇന്ത്യക്ക് അനുകൂലമാണ്, 2 കറുത്ത
വർഗ്ഗക്കാർക്ക്, തൊഴിലാളികൾക്ക്, ഈ മെക്സിക്കോയിൽ നിന്ന് വരുന്നവർക്ക്, ഇന്ത്യൻ വംശജരായ ആളുകൾക്ക്, കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കക്ഷിയാണ്, കുടിയേറ്റത്തിനുള്ള നിയമങ്ങൾ കൂടുതൽ കൂടുതൽ ഉദാരമാക്കും എന്ന ഒരു മിത്ത് അവിടെ മിത്ത്. അതുകൊണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര ചുഴിഞ്ഞാലോചിക്കാനും, പിന്നെ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വളരെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. താത്വികമായിട്ടും ഒരു ലിബറൽ സെറ്റപ്പ് എപ്പോഴും കമലാ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കളക്ടിവിസ്റ്റ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂൺ ആണ് ഉണ്ടാക്കുന്നത്, ഒരു വ്യക്തിനെ അല്ല അവർ ഉണ്ടാക്കുന്നത്, ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു, പക്ഷേ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ കൂടുതൽ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് വയ്യല്ലാറില്ല. അധികം ആൾക്കാർ പുറത്തു പറഞ്ഞില്ലെങ്കിൽ ട്രംപിനായിരിക്കും. കാരണം ട്രംപ് ഒരു രസികനാണ്. മനസ്സിലായില്ലേ? ട്രംപ് ഒരു രസികനാണ്. പുള്ളി എന്താ ചെയ്യും, എന്റെ ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു പൊതുവെ കേരളത്തിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ ആളുകൾക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അൻവർ ആണെങ്കിലും ശരിയാണ്, പി സി ജോർജ് ആണെങ്കിലും, വെള്ളാപ്പള്ളി ആണെങ്കിലും അവർക്കൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ട്രംപിന് ഒരു സപ്പോർട്ടിംഗ് ഉണ്ട്, ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷേ ചിലപ്പോൾ പുറത്ത് പറഞ്ഞൊന്നും വരില്ല. പിന്നെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് മലയാളിക്ക് ഒരു ഇഷ്ടമാണ്. ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചത് പിന്നെ ഒരു പ്രധാന ഘടകം കൊണ്ടുണ്ട്. ഇപ്പൊ ഈ മറ്റേ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഇസ്രായേൽ സപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ ട്രംപ് വരണം എന്നുള്ള അഭിപ്രായം കേട്ടത്. ഞാൻ അതിനകത്തേക്കാണ് ചോദിക്കണമെന്ന് വിചാരിച്ചത്. അതായത് ഇപ്പോൾ ചോദിച്ച ചോദ്യമായ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ് ചോദിച്ചത്. ഇതുപോലെ ഈ കേരളത്തിലെ വളരെ സ്വാധീനമുള്ള മതവിഭാഗങ്ങൾ, അതായത് ക്രിസ്ത്യാനികൾ, ഇസ്ലാം മതവിശ്വാസികൾ, പിന്നെ ഹിന്ദുക്കൾ, ഈ മൂന്ന് മതങ്ങളും എങ്ങനെയാണ് ഇതിനെ ഒരു അന്താരാഷ്ട്ര കാഴ്ചപ്പാട്, ഇപ്പോൾ യുദ്ധം, പിന്നെ അവിടുത്തെ കുടിയേറ്റം, സ്വാഭാവികമായിട്ട് കുടിയേറ്റം എന്ന് പറയുന്നത് പിന്നെ പല മതവിഭാഗങ്ങളും പല രീതിയിലാണ് അതിൻ്റെ കുടിയേറ്റത്തിൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ട്രംപ് വരിക അല്ലെങ്കിൽ കമലാ ഹാരിസ് വരിക എന്ന് പറയുന്നത് ഓരോ മതവിഭാഗങ്ങളും എങ്ങനെ നോക്കിക്കാണുന്നതാണ് സാർ? മതവിഭാഗങ്ങളെന്നതിനേക്കാൾ കൂടുതലായിട്ട് ഓരോ സമൂഹങ്ങൾ. അതാണ് കറക്റ്റ്. സമൂഹം എന്ന് പറയുമ്പോൾ പൊതുവെ ക്രിസ്ത്യൻസാണ് ഏറ്റവും അധികം അമേരിക്കയിൽ ഇതുവരെ കുടിയേറിയുള്ളത്. ഇപ്പോൾ കുടിയേറാൻ സാധ്യതയുള്ളത്, കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളതും പ്രോബബിലിറ്റീസ് ഉള്ളതും അവർക്ക്. ആ വിഭാഗക്കാർ ഇപ്പോൾ ബൈ നൗ അവരിപ്പോൾ പൊതുവെ റിപ്പബ്ലിക്കൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ. ഇവിടുന്ന് ആദ്യകാലത്ത് പോയവരൊക്കെ ഡെമോക്രാറ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് മാറി. ഇപ്പോൾ വിവേക് രാമസ്വാമി എന്ന് പറഞ്ഞ കൽപ്പാത്തിക്കാരനായ ഒരു തമിഴ് ബ്രാഹ്മണൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഇല്ല, അതിനുള്ളിൽ ഒരു ആ പൊസിഷൻ വരെ എത്തിയെന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരന് ഒരു മലയാളി, ഒരു ഇന്ത്യൻ ഒറിജിൻ ബാക്ക്ഗ്രൗണ്ടുള്ള കമലാ ഹാരിസിന് പകരം ട്രംപിനെ എന്തുകൊണ്ടാണ് ഒരു ഇന്ത്യക്കാരി വരണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനുള്ള എന്തെങ്കിലും വേറുള്ള ഒരു വ്യക്തി വരണം എന്നുള്ള ചിന്ത താങ്കളെ മനസ്സിലാക്കി വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അമേരിക്കയിൽ എപ്പോഴും അമേരിക്കക്കാരനായ ആൾ പ്രസിഡന്റ്. അത് കൂടാതെ അതൊരു പോയിന്റ്. അത് കൂടാതെ ഈ കമലാ ഹാരിസ് എന്ത് ഇന്ത്യ ഫ്രണ്ട്ലി പോളിസിയാണ് ഉള്ളത്? ഒന്നുമില്ല. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ കമലാ ഹാരിസ് പാകിസ്ഥാന്റെ കൂടെയാണ്. ഇഫ് യു ലുക്ക്, ഇപ്പം മിഡിൽ ഈസ്റ്റ് വാറിലെ കമലാ ഹാരിസ് ഹമാസിന്റെ കൂടെയാണ്, വളരെ ക്ലിയർ ആയിട്ട്. അപ്പം ഇന്ത്യക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് പോളിസിയാണ്? ഭർത്താവ് ജൂ ആണെങ്കിൽ പോലും അത് അവിടുത്തെ എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഡെമോക്രാറ്റ് പാർട്ടിയിൽ. ഏത് ഘട്ടത്തിലാണ് ഒരു മലയാളി അവന്റെ ഡെമോക്രാറ്റ് ഒരു അനുഭാവത്തിൽ നിന്ന് ഒരു റിപ്പബ്ലിക്കൻ അനുഭാവത്തിലേക്ക് മാറുന്നത്? താങ്കളുടെ അനുഭവം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഏതൊരു സ്റ്റേജിലാണ് ഒരു ഡെമോക്രാറ്റിൽ നിന്ന് റിപ്പബ്ലിക്കനായിട്ട് മാറുന്നത് താങ്കൾ അവിടെ കണ്ടിട്ടുള്ളത്? അത് ഇപ്പം നാച്ചുറലി അത് കൂടുതൽ നാളോടെ ജീവിക്കും തോറുമാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഡെഫിനറ്റ്ലി എന്താണ് ഈ പാർട്ടികൾ. ഇപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജനങ്ങൾ, നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന, അതായത് വൈറ്റ് ആൾക്കാരെല്ലാം തോക്കും പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്, നമ്മൾ ഇമിഗ്രൻസ് ഒക്കെ രാത്രി വീട്ടിൽ ചെന്ന് മുട്ടി കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലും. അപ്പൊ എന്നോടിപ്പോൾ ഞാനിപ്പോൾ ഫ്ലോറിൽ താമസിക്കുന്നു, ഞാൻ താമസിക്കുന്നത് ടോട്ടൽ വൈറ്റ് ആൾക്കാരുടെ താമസിക്കുന്നു. പക്ഷേ ഫാമേഴ്സ്, റൂറൽ പീപ്പിൾ, എനിക്കൊരു ഫാമാണ്, ഞാൻ പശുവിനെ വളർത്തുന്നു. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നൈബേഴ്സാണ്. അവരവരുടെ രാജ്യത്തിന് ശല്യമില്ലാന്ന് മനസ്സിലായതോടുകൂടി അവർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എംപ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ പാർട്ടിയായിട്ട് പോലും, റിപ്പബ്ലിക്കൻ പാർട്ടിയായിട്ട് പോലും അവർ ഹുക്ക് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ പാർട്ടിയുടെ മെമ്പറാണ് ഫ്ലോറിഡയിൽ. അപ്പൊ ഞാൻ മേരിലാൻഡ് ചെന്ന് കഴിയുമ്പോൾ, ഒറിജിനൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മലയാളികൾ ചോദിക്കുന്നത്, മിനിസ്റ്റർ പേടിയില്ലേ ഇവിടേക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ തോക്കെങ്കിൽ? ഇവര് വിചാരിക്കുന്നത് വെറുതെ ആയിരിക്കും നമ്മൾ വിട്ടുവയ്ക്കാൻ റെഡി ആയിട്ടിങ്ങനെ നിൽക്കുകയാണെന്നാണ് ഇമിഗ്രേഷൻ. വേറെ ആരും ജോലിയില്ല അവർക്ക്. അത് അവർ ഏറ്റവും കുറച്ച് സ്കിൻ കളർ ചിന്തിക്കുന്നത് അവിടെ മെയിൻലി വൈറ്റ് പോപ്പുലേഷനാണ്. ഫ്രം വാട്ട് ഐ സി, അവരവരുടെ രാജ്യത്തിന് കുഴപ്പമുണ്ടെന്ന് നോക്കും. ഇവർ വരുന്നത് നമ്മുടെ രാജ്യം കുളവാക്കാനാണോ എന്നൊരു നോക്കും. അതല്ലാതെ ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് സ്കിൻ കളർ. പിന്നെ അവർക്ക് അസൂയ എന്നുള്ളൊരു ഫാക്ടറല്ല. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് കൂടുതൽ സമ്പത്തുള്ളതുകൊണ്ട് അവനില്ല, മറ്റവനില്ലെങ്കിൽ അവൻ അസൂയൊന്നുമില്ല. അവൻ പറയാനും കൂടുതൽ കഷ്ടപ്പെടാൻ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയാം. പക്ഷെ എനിക്ക് ഇത്ര മതി, ഐ എം ഹാപ്പി, ഐ എം കണ്ടന്റ്. കമ്പാരിസൺ ഇല്ല. അപ്പം സാധാരണ ഇപ്പൊ നമ്മുടെ ജീവിതം ഏത് ഇന്ററാക്ഷനിലും ഒരു ടിപ്പിക്കൽ വൈറ്റ് ആളുമായിട്ടുള്ള ഡീലിങ്സ് ആർ വെരി ഈസി, വെരി സ്മൂത്ത്, വെരി സിമ്പിൾ. ബാക്കിയുള്ള ഇഷ്യൂസ് ഒക്കെ വളരെ കുറവാണ്. ക്രൈം ജനറലി കുറവാണ്. അപ്പൊ നമ്മളവിടെ ജീവിക്കുമ്പോൾ നമ്മളിവരെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. എൻ്റെ ആദ്യത്തെ 25 വർഷം ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പം ഇറ്റ് വാസ് എ വൈറ്റ് കമ്മ്യൂണിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ റീനോ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വാഷിംഗ്ടണിലോട്ട് വരുന്നു.
ഐ വാസ് ഇന്ററാക്ടിങ് വിത്ത് ഓൺലി മെയിൻലി ഇന്ത്യൻ അസോസിയേഷൻ, കേരള അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ. സോ യു ആർ ഓൾവേസ് ലൈക്കിംഗ് ദ കംഫർട്ട് സോൺ. നമ്മുടെ ഭാര്യമാരാണെങ്കിലും അവരുടെ കുക്കിങ്ങും വേറെ ചേഞ്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വന്നേ പിന്നെയാണ് നമുക്ക് വൈറ്റ് പീപ്പിളുമായിട്ടുള്ളൊരു കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത്, നമ്മൾ വീടുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് നമ്മുടെ കൾച്ചർ മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ വഴി കഴിഞ്ഞാൽ എവിടെ പോകണം എന്ത് പോകണം തോളത്ത് കൈയിടും പിടിക്കും. അത് അവന്റെ കൾച്ചറല്ല, അവൻ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും പരിചയപ്പെടുന്നത് വരെ. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നത് എന്താ, ഇവന് നമ്മൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവൻ വന്ന് നമ്മളെ ഇത് ചെയ്യാത്തത്. പക്ഷെ നമ്മൾ അടുത്ത് കഴിയുമ്പോഴത്തേക്കും ദേ ആർ വേ മോർ ഫ്രണ്ട്ലി, നോ ഇഷ്യൂസ്. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോയപ്പോൾ ഒരു രാത്രി ഫിലാഡൽഫിയ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് ന്യൂജേഴ്സിയിലേക്ക് പോകുന്നത്. നമ്മുടെ പോസ്റ്റ് ചെയ്യുന്ന ആൾ അവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലാണ് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പുള്ളി ചായ കുടിച്ചിട്ട് പോകുന്നു. കുറച്ച് ഡീവേഷൻ എടുത്ത് ഒരു സ്ഥലത്ത് പോയി ചായ. അവിടെ നിന്ന് ഞങ്ങൾ വളരെ ഒച്ചയിൽ സംസാരിക്കണം. അപ്പോൾ കുറച്ച് ഇപ്പോൾ പുള്ളി ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒച്ചയിൽ സംസാരിക്കാൻ പാടില്ല, ബാക്കി ആൾക്കാരൊക്കെ നോക്കും. അത് വളരെ എവിഡന്റ് ആണ്. ഇപ്പൊ നമ്മൾ നാച്ചുറലി ചായക്കടയിൽ നിന്ന് സംസാരിക്കണവരെയാണ് അവർ പൊതുവെ സ്പോയിറ്റ് ആയിട്ട് സംസാരിക്കും.